എല്ലാവരെയും വേദനിപ്പിച്ചിട്ടുള്ളൊരു വേർപാടാണിത്. അദ്ദേഹം രോഗബാധിതനാണെങ്കിലും ഇത്ര പെട്ടെന്നൊരു വേർപാട് ആരും പ്രതീക്ഷിച്ചില്ല. അത് എല്ലാവരുടെയും മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളാണ്. നമ്മുടെ ആധുനിക ഭാരതത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടി മുൻപന്തിയിൽ നിന്ന ഇന്ത്യയിലെ ഭരണാധികാരികളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആൾ തന്നെയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ധനകാര്യമന്ത്രിയായി ചുമതലയേറ്റപ്പോൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഏറ്റവും പരിതാപകരമായ ഒരവസ്ഥയിലായിരുന്നു. അവിടുന്ന് സാമ്പത്തിക പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന് വലിയ റാഡിക്കൽ ചേഞ്ച് ഉണ്ടാക്കി രാജ്യത്തെ ലോകത്തിൻ്റെ മുന്നിലെത്തിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ ശ്രമം 2004 മുതൽ 2014 വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നുകൊണ്ട് ലോകരാജ്യങ്ങളുടെ മുൻനിരയിൽ നമ്മുടെ രാജ്യത്തെ എത്തിക്കാൻ അദ്ദേഹം നടത്തിയ തീക്ഷ്ണമായ യത്നങ്ങൾ സൗമ്യമായിരുന്നുവെങ്കിലും വളരെ ഇഫക്റ്റീവായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ ശ്രമങ്ങളും. അദ്ദേഹം ചെയ്ത അതോടൊപ്പം തന്നെ രാജ്യത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ ട്രഷറി നിറയ്ക്കുകയും ഖജനാവ് നിറയ്ക്കുകയും വരുമാനം വർദ്ധിപ്പിക്കുകയും തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുകയും ഉണ്ടാക്കിയ ധനം സമ്പത്തിൻ്റെ നീതിപൂർവമായ വിതരണം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് അത് ദേശീയ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ 10,000 കോടി രൂപ ഇന്ത്യയിലെ വിദൂര ഗ്രാമങ്ങളിലെ പാവപ്പെട്ടവൻ്റെ വീടുകളിലെത്തിച്ചു. മൻമോഹൻ സിംഗ് രാജ്യത്തിൻ്റെ ജനങ്ങളുടെ മനസ്സിൽ അടയാളപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എല്ലാം അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്തു തീർത്തിട്ടാണ് അദ്ദേഹം യാത്രയാവുന്നത്.